എഫെസ്യ ലേഖനം 6-ാം അധ്യായം എടുത്ത് 10-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. ഈ പൗലോസ് വെളിപ്പെടുത്തുകയാണ്, പിശാച് വലിയ തന്ത്രശാലിയാണ്. അവന്റെ തന്ത്രങ്ങളെ പൊളിക്കാൻ നമ്മളിൽ കർത്താവിന്റെ അമിത ബലം വേണം. എന്ന് പറഞ്ഞാൽ അളക്കാൻ വയ്യാത്ത ബലം. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കണമെന്ന് പറ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, സ്തോത്ര അമ്മേ, നമ്മുടെ വണ്ണം കൂടിയ പിശാചിന് പേടിയില്ല. പക്ഷെ നീ ബലം ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചാൽ, ഒരാമയും പറഞ്ഞാട്ട് ഹല്ലേലൂയ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ബലം കണ്ടാൽ, അമ്മേ, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വെളിപ്പെടുത്തുകയാണ്. അമ്മേ, ദൈവത്തിൽ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ബലവാനാ എന്ന് പറഞ്ഞാൽ ശത്രു ബലപ്രയോഗം കൊണ്ട് പിടിച്ചു വെച്ചതെല്ലാം തിരിച്ചൊരു ബലപ്രയോഗത്തിലൂടെ നിനക്ക് മടക്കി തരാൻ. മനസ്സിലായി? ഇന്നിവിടെ ഒരു ബലപ്രയോഗം നടക്കുക. നിന്റെ കൂടാരത്തിൽ നന്മ തരത്തില്ലെന്നും നിന്നെ പ്രാർത്ഥിക്കാൻ ഇരുത്തത്തില്ലെന്നും പറയുന്ന ആ ദുഷ്ടശക്തിക്ക് നേരെ ഒരു ബലപ്രയോഗം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിവുള്ള ദൈവമക്കൾക്കറിയാം, ജീസസ് കാലതാമസം വരുത്തുന്ന, കാലപ്പഴക്കം വരുത്തുന്ന, 1 മാസം കൊണ്ട് നടക്കേണ്ടത് 5 വർഷം കൊണ്ട് നടത്തി തരുന്ന ആ കാലതാമസങ്ങളെ ഇന്ന് ദൈവം ബ്രേക്ക് ചെയ്യുക. നിന്റെ ജോലിയുടെ തടസ്സം ഇന്ന് പൊട്ടണം. നിന്റെ ഭാവിയുടെ വഴിയുടെ ഡോറ് മനസ്സിലാക്കി തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്ക് കാണാം, ഈ ദൂതൊക്കെ പറയുമ്പം ചിലർ ആ വിടുതൽ എന്ന് ശരിക്കും ഏറ്റെടുക്കുക. ആമേ, ദൈവത്തിന് സ്തോത്രം. ആമേ, യെശയ്യാവ് വാക്യമുണ്ട്, ബലമില്ലാത്തവർക്ക് അവൻ ബലം കൊടുക്കുന്നെന്നാ. ബലമില്ലാത്തവർക്ക് എന്തുവാ? ബലമില്ലാത്തവർക്ക് അവന്, നിങ്ങൾക്കറിയാം, നീ ബലപ്പെട്ടാൽ ശത്രുവിനറിയാൻ പദ്ധതി പൊളിയുമെന്ന്. അതുകൊണ്ട് നിന്നോട് ദൂത് പറയാം, അവൻ്റെ തന്ത്രങ്ങളെ പൊളിക്കാൻ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഈ പ്രസംഗം നിന്നെ ശക്തിപ്പെടുത്തട്ടെ, ഈ പ്രബോധനം നിന്നെ ശക്തിപ്പെടുത്തട്ടെ, ഈ പ്രവചനം നിന്നെ ശക്തിപ്പെടുത്തട്ടെ, ഈ അഭിഷേകം നിന്നെ. വീടുകൾക്കകത്തിരുന്ന്, ഓഫീസിനകത്തിരുന്ന് ഈ ദൂത് കേട്ടൊന്ന് ശക്തിപ്പെട്ടെ, ശക്തിപ്പെട്ടെ, ശക്തിപ്പെട്ടെ. ഓ ഹല്ലേലൂയ. കാരണം നീ ശക്തിപ്പെട്ടാൽ നിന്റെ എതിരാളി ബലഹീനപ്പെടും. ഒന്നുകൂടെ പറയാം, നീ ശക്തിപ്പെട്ടാൽ നിന്റെ എതിരാളി ബലഹീനപ്പെടും. നീ ബലഹീനപ്പെട്ടാൽ നിന്റെ എതിരാളി ശക്തിപ്പെടും. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, യുദ്ധം നടക്കും തോറും ശക്തി ക്ഷയിക്കുവല്ല, ശക്തി വർദ്ധിക്കുക. അമ്മേ, എത്ര പേര് നിന്നെ തോപ്പിക്കാൻ എഴുന്നേറ്റാലും നീ പേടിക്കരുത്. നിന്നെ എതിർക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമുണ്ടാകണം. ഒരാമയും വരുന്നില്ല. കാരണം അവന് നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവം തെളിയിച്ചു തരാൻ പോവുക.